പെന്തക്കോസ്ത് മിഷൻ സാർവദേശീയ കൺവെൻഷൻ നാളെ ആരംഭിക്കും. ദി പെന്തക്കോസ്ത് മിഷൻ രാജ്യാന്തര കൺവെൻഷൻ മാർച്ച് 11 ബുധനാഴ്ച ചെന്നൈയിൽ ആരംഭിക്കും. സഭയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീക സംഗമത്തിന് താമ്പാരത്തിന് സമീപം ഇരുമ്പല്ലിയൂർ കൺവെൻഷൻ സെന്റർ വേദിയാകും. ഞായറാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന കൺവെൻഷന്റെ ഭാഗമായി ഇന്ന് രാവിലെ ആരംഭിക്കുന്ന ശുശ്രൂഷക സമ്മേളനം ബുധനാഴ്ച ഉച്ചയ്ക്ക് സമാപിക്കും. തുടർന്ന് വൈകിട്ട് ആരംഭിക്കുന്ന കൺവെൻഷനിൽ ചീഫ് പാസ്റ്റർ എബ്രഹാം മാത്യു, ഡെപ്യൂട്ടി ചീഫ് പാസ്റ്റർ MT തോമസ്, അസോസിയേറ്റ് ഡെപ്യൂട്ടി ചീഫ് പാസ്റ്റർ G ജയം എന്നിവരും സഭയുടെ മറ്റ് പ്രധാന ശുശ്രൂഷകരും പ്രസംഗിക്കും. ദിവസവും രാവിലെ 4 മണിക്ക് സ്തോത്രാരാധന, 7 വിശ്വാസികൾക്കും ശുശ്രൂഷകർക്കും പ്രത്യേക ബൈബിൾ ക്ലാസ്, 9:30 പൊതുയോഗം, ഉച്ചകഴിഞ്ഞ് 3 രാത്രി 10 കാത്തിരിപ്പ് യോഗവും യുവജനങ്ങൾക്കായി പ്രത്യേക യോഗവും ദിവസവും സുവിശേഷ പ്രസംഗവും നടക്കും. പ്രസംഗങ്ങൾ തത്സമയം വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തും. സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ 9 മണിക്ക് സഭായോഗവും വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന പ്രത്യേക രോഗശാന്തി ശുശ്രൂഷയോടെ കൺവെൻഷൻ സമാപിക്കും. ഈ ദിവസങ്ങളിൽ 24 മണിക്കൂറും തുടർച്ചയായി ഉപവാസ പ്രാർത്ഥന കൺവെൻഷൻ ഗ്രൗണ്ടിൽ നടക്കും. ഇതിൽ പങ്കെടുക്കുന്നവരുടെ കുട്ടികൾക്കായി ചിൽഡ്രൻസ് ഷെഡിൽ വിവിധ ആത്മീയ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ തിങ്കളാഴ്ച രാവിലെ സഭയുടെ വാർഷിക ജനറൽ ബോഡി യോഗവും വൈകിട്ട് പുതിയ ശുശ്രൂഷകരെ തെരഞ്ഞെടുക്കലും നടക്കും. രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി 10,000-കണക്കിന് വിശ്വാസികളും ശുശ്രൂഷകരും കൺവെൻഷനായി എത്തിച്ചേരും. മുൻവർഷത്തേക്കാൾ കൂടുതൽ ജനങ്ങളെ ഉൾക്കൊള്ളാവുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഗുഡ് ന്യൂസ് ഫ്ലാഷ്.